ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇനിയുള്ള ഒരു മണിക്കൂറിൽ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാലവർഷം കേരളത്തിലെത്തി. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 14 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അലക്സ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയുണ്ടായിരുന്നു. കൊച്ചിയിൽ അതൊരു ലഘുമേഘ വിസ്ഫോടനമാണ് ആയ പ്രതിഭാസമാണ് എന്ന വിലയിരുത്തലുണ്ടായി. ഇനിയിപ്പോൾ കാലവർഷം എത്തുന്നു. ഇടവപ്പാതി മഴയുടെ കാലമാണല്ലോ ഇനി കേരളത്തിൽ. എന്നു മുതലാണ് കാലവർഷം എത്തിയെന്നാണോ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്? ഗോപി, പ്രതീക്ഷിച്ചതിനും ഒരു ദിവസം മുമ്പേ കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തിയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നത് മെയ് 31-ന് കേരളത്തിൽ കാലവർഷം എത്തിച്ചേരുമെന്നായിരുന്നു. പക്ഷേ ഇന്ന് കാലവർഷം കേരളത്തിൽ എത്തിയതായി ഔദ്യോഗികമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കണ്ണൂർ വരെ കാലവർഷം വ്യാപിച്ചതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, അതായത് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നത് കാലവർഷം ഇത്തവണ പതിവിലും കൂടുതലായിരിക്കും, സാധാരണയിൽ കൂടുതലായിരിക്കും കേരളത്തിലും രാജ്യത്ത് പൊതുവെ മഴ ലഭിക്കുന്നതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട പ്രവചനം. അതങ്ങനെ തന്നെ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ കാലവർഷ സമാനമായ മഴയാണ്. അത് കാലവർഷത്തിന്റെ വരവിന് അനുബന്ധമായുള്ള മഴയായി തന്നെ കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ മധ്യ കേരളത്തിലും ഒപ്പം തീരമേഖലയിലും ഇടനാടുകളിലും മഴ വ്യാപിക്കാനുള്ള സാധ്യത, ശക്തിപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇന്ന് മുഴുവൻ ജില്ലകളിലും നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ മധ്യ കേരളത്തിൽ മഴ കനക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലെ 3 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത്. ആ 3 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ, 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നത്. ബാക്കി 11 ജില്ലകളിലും ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ മുതൽ തിങ്കളാഴ്ച വരെ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാഗ്രത തുടരേണ്ട സമയം തന്നെയാണ് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. കാരണം മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ചില ജില്ലകൾ, അത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം തുടങ്ങിയ ചില ജില്ലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി കാര്യമായി മഴയുണ്ട്. ആ മേഖലയിലൊക്കെ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും ഒക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം മലയോര മേഖലയിൽ പെയ്ത മഴ, കിഴക്കൻ മലയോര മേഖലയിൽ പെയ്ത മഴവെള്ളം അത് താഴേക്കായിരിക്കും ഇറങ്ങുക. അങ്ങനെ വെള്ളക്കെട്ടിനൊക്കെ സാധ്യതയുണ്ട്. വീണ്ടും മഴ കനക്കാനുള്ള സാധ്യത മലയോര മേഖലയിൽ ഉണ്ട് താനും. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കേരള തീരത്തും ഒപ്പം ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാരണം അറബിക്കടലിൽ ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ശക്തമായ കാറ്റ്, മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് കടലിൽ സാധ്യതയുള്ളത് കൊണ്ട് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം തീരദേശവാസികൾ കൂടി ഈ ഘട്ടത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ശരി, തീരദേശവാസികൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും കടുത്ത ജാഗ്രത ആവശ്യമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ എല്ലായിടത്തും ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിലും നേരത്തെ കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നു. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ചേർത്തലയിൽ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത്. ശക്തമായ മഴയിൽ കുട്ടനാട്ടിലെ കൈനകരിയിൽ മടവീഴ്ചയുണ്ടായി. രണ്ടാം കൃഷിക്ക് ഒരുക്കിയ പാടശേഖരങ്ങളിൽ മട വീഴുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കർഷകരുള്ളത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ഉണ്ട്. മനീഷ്, ഇന്നലെ മനീഷ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന കാര്യത്തിൽ ചെറിയ മെല്ലെപ്പോക്ക് ഉണ്ട് ജില്ലയിൽ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു എന്ന് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൈനകരിയിലെ മടവീഴ്ച സംബന്ധിച്ച വിവരങ്ങളും വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ഈ പാടശേഖരങ്ങളിൽ മട വീഴുമെന്ന ആശങ്കയിലാണോ നിലവിൽ ഇപ്പോൾ ആലപ്പുഴയിൽ കുട്ടനാട്ടിലെ കർഷകരൊക്കെ?
ഗോപികൃഷ്ണൻ, നിലവിൽ പുഞ്ചകൃഷി കഴിഞ്ഞ് രണ്ടാം കൃഷി ഒരുക്കത്തിൽ നിൽക്കുകയാണ് കർഷകർ. അതുകൊണ്ട് തന്നെ ഈ മടവീഴ്ച ഉണ്ടായാൽ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന വലിയ ആശങ്കയുണ്ട്. നിലവിൽ മഴ ഉച്ചയ്ക്ക് മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ കൂടി കിഴക്കൻ വെള്ളം ഒഴുകിയെത്തുന്നതോടെ, പ്രത്യേകിച്ചും കോട്ടയത്ത് പെയ്യുന്ന മഴയാണ് ആലപ്പുഴയ്ക്ക് ആശങ്കയാകുന്നത്. മീനച്ചിലാറ്റിലൂടെ എത്തുന്ന ജലം അത് വേമ്പനാട്ട് കായലിലൂടെ ആലപ്പുഴയിലെ കുട്ടനാട് മേഖലയിലേക്ക് എത്തും. അങ്ങനെ എത്തിയാൽ മടവീഴ്ചകൾ ഉണ്ടാകും. അങ്ങനെ മട വീണാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി കർഷകർക്ക് വലിയ ആശങ്കയുണ്ട്. ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യത്തിൽ ഇന്ന് രാവിലെ കൂടുതൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 21 ക്യാമ്പുകളാണ് ഇന്ന് ജില്ലയിൽ ആകെ ഉള്ളത്. വൈകിട്ടോടുകൂടി തന്നെ കൂടുതൽ ക്യാമ്പുകൾ സജ്ജമാകുമെന്ന് അറിയുന്നുണ്ട്. ഇതിൽ 14 ക്യാമ്പുകൾ സ്കൂളുകളാണ്. ഈ സ്കൂളുകൾ ക്യാമ്പുകളാകുന്നതോടുകൂടി തന്നെ എങ്ങനെയാണ് സ്കൂളുകൾ തുറക്കുമ്പോഴുള്ള മറ്റു കാര്യങ്ങളെന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കായംകുളത്തൊരു അടിയന്തര യോഗം ചേർത്തിരുന്നു. മഴക്കാലത്തെ എങ്ങനെ നേരിടാമെന്ന തരത്തിലുള്ള യോഗങ്ങൾ ചേരുന്നു. ഒപ്പം തന്നെ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും കൺട്രോൾ റൂമുകൾ ഇന്നലെ തന്നെ തുറന്നിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ നഗരത്തിലൊക്കെ തന്നെ നേരത്തെ ആലപ്പുഴ ജില്ലയിലൊക്കെ മഴ പെയ്യുമ്പോൾ, പ്രത്യേകിച്ചും താഴ്ന്ന മേഖലയായ കുട്ടനാട്ടിലായിരുന്നു ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുകയെങ്കിൽ ഇപ്രാവശ്യം അത് നഗര കേന്ദ്രീകൃതമായ നഗരത്തിലൊക്കെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. ഇതിനു മുൻപ് 2018 മഹാപ്രളയം ഉണ്ടായ സമയത്ത് പോലും വെള്ളക്കെട്ട് ഉണ്ടാകാത്ത ആലപ്പുഴ നഗരത്തിലെ കൊമ്മാടി, പൂന്തോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അവിടെ ഇപ്പോഴും വെള്ളം ഒഴുകി മാറുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്നാൽ ഇഷ്ടംപോലെ കനാലുകളുള്ള നഗരമാണ്. അവിടെ കൊമേഴ്ഷ്യൽ കനാലുണ്ട്, AS കനാലുണ്ട്. അങ്ങനെ ഈ കനാലുകളിലൂടെ കൃത്യമായി ഒഴുകി പോകാത്തതാണ് ആളുകളുടെ ജീവിതം ദുസ്സഹമാകുന്നത്. ഒപ്പം തന്നെ കായലോര മേഖലയായിട്ടുള്ള ചുങ്കത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അവിടെ കായലിൽ നിന്ന് വെള്ളം കയറുന്നില്ല, പക്ഷേ പാടശേഖരത്തിൽ നിറഞ്ഞ വെള്ളം വീടുകളിലേക്ക് കയറുന്നു. പാടശേഖരത്തിൽ നിന്ന് വെള്ളം കൃത്യസമയത്ത് അവിടെ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് ഒഴുക്കി കളയുന്നില്ല എന്ന വിഷയമുണ്ട്. ചേർത്തലയിലാണ് ഇന്നൊരു 64-കാരൻ അവിടെ പാടശേഖരത്തിൽ വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ റോഡിനോട് ചേർന്ന് പാടശേഖരമായിരുന്നു. പക്ഷേ അവിടെ വെള്ളം കയറി കിടന്നതുകൊണ്ട് വലിയ ആഴമുണ്ടായിരുന്നു. അവിടെ മുങ്ങി അദ്ദേഹം മരിക്കുകയായിരുന്നു. അങ്ങനെ ദാരുണമായ സംഭവം ആലപ്പുഴയിലുണ്ടായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഈ വേമ്പനാട്ട് കായലിൽ ജലനിരപ്പ് ഉയരുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും വെള്ളം ഉയരുന്നുണ്ട്. അത് തോട്ടപ്പള്ളി വഴിയും ഒപ്പം അന്ധകാരൻ അഴി വഴി 2 വഴിയിലൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടിലും 90 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. തോട്ടപ്പള്ളിയിലാകട്ടെ 39 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ നിലവിലത്തെ സാഹചര്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മഹിപാൽ നമുക്ക് മുന്നിൽ നൽകിയത്. കനത്ത മഴയിൽ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ്, ചെങ്ങളം, ഇല്ലിക്കൽ മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മീനച്ചിലാർ പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ 28 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ടോബി ജോൺസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഈ മഴയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്? കൃഷിനാശം എവിടെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? 28 ദുരിതാശ്വാസ ക്യാമ്പുകൾ കോട്ടയം ജില്ലയിൽ തുറന്നിട്ടുണ്ടെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു ദുരിതമുള്ളത് താഴ്ന്ന പ്രദേശങ്ങളിലാണ്. അതും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ്. തിരുവാർപ്പ്, അയ്മനം, ചെങ്ങളം പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഈ വെള്ളം കയറിയിരിക്കുന്നത്. അത് മീനച്ചിലാറിൻ്റെ തീരങ്ങളാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. അതേ തുടർന്ന് ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് മീനച്ചിലാറ്റിൽ വെള്ളം കയറുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇരു കരകളിലേക്കും വെള്ളം കയറി ഒഴുകുകയായിരുന്നു. അങ്ങനെ കൃഷിനാശം അയർക്കുന്നം പോലെയുള്ള മേഖലകളിലൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ പോയത്. ശക്തമായിട്ടുള്ള വെള്ളം കയറ്റമുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാലവർഷം കൂടി ശക്തമായി വരുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു പ്രളയസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. 28 ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. 500-ലധികം ആളുകളെ ഈ ക്യാമ്പുകളിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള മഴ പെയ്തിട്ടില്ല. എന്നാൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള മഴ ചില സ്ഥലങ്ങളിൽ പെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ്. വടകര, പയ്യോളി, കൊയിലാണ്ടി മേഖലകളിലാണ് മഴ. പയ്യോളിയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ടുണ്ടായി, ഗതാഗതം തടസ്സപ്പെട്ടു. സമീപത്തെ പെട്രോൾ പമ്പ് വെള്ളത്തിനടിയിലായി. സൗത്ത് ബീച്ചിൽ ഉണ്ടായിരുന്ന 7 പേർക്ക് ഇടിമിന്നലേറ്റു. പരിക്കേറ്റവരിൽ ഒരാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ചികിത്സയിലാണ്. വടകരയിൽ കടലിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി സജീഷ് മരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അത്താഫി ഫൈബർ വള്ളത്തിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ കടലിലേക്ക് തെറിച്ചു വീണത്. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, കോഴിക്കോട്ട് നിന്ന് വരുന്നത് വേദനിപ്പിക്കുന്ന വിവരങ്ങൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പറയും?
ഗോപികൃഷ്ണൻ, നിലവിൽ കോഴിക്കോട് ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. മേഘാവൃതമായ കാലാവസ്ഥയാണ്. ഏത് സമയത്തും മഴ പ്രതീക്ഷിക്കാം. ഇന്ന് രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് വടകര, കൊയിലാണ്ടി, പയ്യോളി മേഖലകളിൽ തോരാ മഴയായിരുന്നു. ഈ മഴയാണ് ദേശീയപാതയിൽ വെള്ളക്കെട്ടിന് കാരണമായത്. പയ്യോളിക്ക് സമീപമാണ് ദേശീയപാതയിൽ അരയാൾ പൊക്കത്തിൽ വെള്ളക്കെട്ടുണ്ടായത്. ഇപ്പോഴും ഈ വെള്ളക്കെട്ട് തുടരുകയാണ്. അതുകൊണ്ട് കൊയിലാണ്ടിയിൽ നിന്നും വടകരയിലേക്കും വടകരയിൽ നിന്നും കൊയിലാണ്ടിയിലേക്കുമുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പയ്യോളിയിൽ നിന്നും പേരാമ്പ്ര വഴിയാണ് നിലവിൽ വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിക്കൂറിലധികം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകുകയും പെട്രോൾ പമ്പിൽ ഉൾപ്പെടെ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ വൈകിട്ടോടുകൂടി ഈ വെള്ളക്കെട്ട് ഒഴിഞ്ഞ് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതോടൊപ്പം മറ്റൊരു സംഭവം ഉണ്ടായത് കടലിൽ വീണൊരു മത്സ്യത്തൊഴിലാളി മരിച്ചതാണ്. അതായത് കഴിഞ്ഞ മാസം ഈ മാസം 26-ാം തീയതിയായിരുന്നു 40 പേരടങ്ങുന്ന സംഘം മടപ്പള്ളിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഈ മത്സ്യബന്ധനത്തിനിടയിലാണ് വടകര സ്വദേശി കടലിൽ വീണത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെയോടുകൂടി മരണം സംഭവിച്ചിട്ടുള്ളത്. മറ്റൊരു സംഭവം നടന്നത് 7 പേർക്ക് മിന്നലേറ്റതാണ്. അത് കോഴിക്കോട് നഗരത്തിന് സമീപമാണ് 7 പേർക്ക് മിന്നലേറ്റത്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടലിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതിനിടയിലാണ് ഇവർക്ക് 7 പേർക്കും മിന്നലേറ്റിട്ടുള്ളത്. എന്താണെങ്കിലും മഴയുമായി ബന്ധപ്പെട്ട് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് കോഴിക്കോട് ജില്ലയിൽ ശരി, കോഴിക്കോട് ജില്ലയിൽ എങ്ങനെയാണ് മഴ ദുരിതം വിതച്ചത് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ്, ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട്ട് നിന്ന്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ധ്യാനത്തിനു വേണ്ടി കന്യാകുമാരിയിൽ എത്തുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. തിരുവനന്തപുരത്താണ് പ്രധാനമന്ത്രി വിമാനം ഇറങ്ങുക. എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയ്ക്ക് പുറത്ത് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വാർത്തകളിലേക്ക് വീണ്ടും. അവസാന ഘട്ടം കലാശക്കൊട്ട് ഇന്ന്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതും. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കനത്ത പ്രത്യാഘാതമുണ്ടാക്കിയ സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന ബാസിർഹട്ട് മണ്ഡലവും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. കർഷക പ്രക്ഷോഭം ആളിക്കത്തുന്ന പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിലും ഹിമാചൽ പ്രദേശിലെ മുഴുവൻ സീറ്റുകളിലും മറ്റന്നാളാണ് വോട്ടെടുപ്പ്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, ഇപ്പോൾ ഈ കലാശ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാനഘട്ട വോട്ടെടുപ്പിന് വേണ്ടി രാജ്യം ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് ഈ പരസ്യപ്രചാരണത്തിന് സമാപനമാകുമ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് നൽകാനുള്ളത്? ഏതൊക്കെ സീറ്റുകൾ, 57 സീറ്റുകളിലാണ് ഇനി പോളിംഗ് നടക്കാനുള്ളത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, 2.5 മാസത്തെ വാശിയേറിയ പ്രചരണത്തിന് ഇനി അല്പസമയത്തിനും തന്നെ കലാശക്കൊട്ടിലേക്ക് പോവുകയാണ്. വൈകാതെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഈ പ്രചരണത്തിന്റെ അവസാന ദിവസം പഞ്ചാബിലായിരുന്നു ഉണ്ടായിരുന്നത്. പഞ്ചാബിലെ 13 മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശ് കൂടാതെ ഉത്തർപ്രദേശ്, അതോടൊപ്പം ബീഹാർ, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ 7ാം ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പിൽ പോകുന്നുണ്ട്. 57 മണ്ഡലങ്ങളാണ് ഇനിയിപ്പോൾ ജനവിധി തേടാൻ പോകുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, BJPക്ക് ഏറെ സ്വാധീനമുള്ള വാരണാസി ഉൾപ്പെടുന്ന പൂർവാഞ്ചൽ മേഖല. വാരണാസിയിലെ സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 3ാം തവണയാണ് പ്രധാനമന്ത്രി വാരണാസിയിൽ ജനവിധി തേടുന്നത്. പൂർവാഞ്ചൽ മേഖലയിലെ 13 സീറ്റുകൾ, അതോടൊപ്പം തന്നെ ബംഗാളിൽ 9 സീറ്റ്. ഈ 9 സീറ്റിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു 2019. ഇത്തവണത്തെ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണെന്നത് ഏറെ കൗതുകമാണ്. പ്രത്യേകിച്ചും സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന വിഷയമെല്ലാം തന്നെ പ്രധാനപ്പെട്ട ചർച്ചയായി BJP ഉയർത്തിക്കാട്ടിയ ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ സന്ദേശ് ഖാലി ഉൾപ്പെടുന്ന ബാസിർഹട്ട് മണ്ഡലം, അതോടൊപ്പം തന്നെ ബംഗാൾ ആർക്കൊപ്പം നിൽക്കും എന്നതെല്ലാം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിരിക്കും. അതോടൊപ്പം മറ്റൊന്ന് പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. കർഷക പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ സമരമായി തുടരുന്ന ഒരു സംസ്ഥാനമാണ്. BJP ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടുന്ന ഒരു സംസ്ഥാനമാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വാശിയേറിയ ഒരു പ്രചരണമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി പഞ്ചാബിലും അതോടൊപ്പം തന്നെ ഒഡീഷയിലും ഉണ്ടായിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ പഞ്ചാബ് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രചരണം നടത്തിയത്. അങ്ങനെ ഈ അവസാന ഘട്ടത്തിലും ഈ പഞ്ചാബിലെ വോട്ടുകൾ പരമാവധി BJPയിലേക്ക് എത്തിക്കാനുള്ള നീക്കം തന്നെയാണ് BJPയുടെ ഭാഗത്തുനിന്നും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തെത്തിയുള്ള നടപടികളും നടന്നു വരികയായിരുന്നു. അല്പസമയത്ത് തന്നെ കലാശക്കൊട്ടിലേക്ക്
പോവുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 7 ഘട്ടങ്ങളിലായി നമുക്കറിയാം പോളിംഗ് ശതമാനം താരതമ്യേന കുറവാണ്. അത് BJPക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം രാജ്യം ആർക്കൊപ്പം നിൽക്കുമെന്നത് 4-ാം തീയതി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ അവരുടേതായ കണക്കൂട്ടലിലേക്ക് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും കടന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതീക്ഷ 270-ലധികം സീറ്റുകൾ നേടുമെന്നൊരു പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യം അടക്കം വെച്ചു പുലർത്തുന്നത്. BJP ആണെങ്കിൽ 400-ലധികം സീറ്റുകൾ നേടുമെന്നൊരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നെങ്കിലും ആദ്യഘട്ടത്തിലുണ്ടായ ഒരു പ്രതീക്ഷ എന്തെങ്കിലും BJP ക്യാമ്പിൽ സംബന്ധിച്ച് കുറവുണ്ട്. ഒരുപക്ഷെ ഒരു 350 സീറ്റിലേക്കെല്ലാം എത്തുന്നൊരു കണക്കൂട്ടിലാണ് BJP അടക്കം ഇപ്പോഴും വെച്ചു പുലർത്തുന്നത്. എന്തായാലും ഈ 7ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാജ്യം ആർക്കൊപ്പം നിൽക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. അതിന്റെ അവസാനഘട്ട പ്രചരണത്തിന്റെ മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും പ്രചരണത്തിലായി രംഗത്തുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി പഞ്ചാബ് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രചരണം നടത്തിയിരുന്നത്. എന്തായാലും കർഷക പ്രക്ഷോഭം നടക്കുന്ന പഞ്ചാബ് മനസ്സ് ആർക്കൊപ്പം നിൽക്കും, അതോടൊപ്പം തന്നെ ബംഗാളിൽ BJPക്ക് ചുവടുറപ്പിക്കാൻ പറ്റുമോ, ഇനി അഥവാ ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ സഖ്യത്തിന് മുന്നേറ്റം നടത്താൻ സാധിക്കുമോ, ഈ അടക്കമുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ജൂൺ 4-ന് ഒരു ഉത്തരം കിട്ടും. അതിന്റെ ഭാഗമായുള്ള പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഗോപി. ശരി, അവസാന ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനമാവുകയാണ്. നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധി എഴുതാൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ, ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന്. 3 ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കന്യാകുമാരിയിലെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് യാത്ര. സുരക്ഷയ്ക്കായി 2000-ഓളം പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചു. മോദിയുടെ ധ്യാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി. മോദിയുടെ ധ്യാനം തത്സമയ സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. VA ഗിരീഷ് ഉണ്ട് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ഗിരീഷ്, ഇപ്പോൾ നേരത്തെ ഗിരീഷ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു മോശം കാലാവസ്ഥയാണെങ്കിൽ റോഡ് മാർഗം അതല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തും എന്ന് പറഞ്ഞ സമയം അടുക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു അല്പം കൂടി വൈകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന പുതിയ വിവരങ്ങൾ. കന്യാകുമാരിയിൽ എപ്പോഴായിരിക്കും പ്രധാനമന്ത്രി എത്തിച്ചേരുക എന്നത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം എന്താണ് ഗിരീഷ്? ഗോപികൃഷ്ണൻ, നേരത്തെ ഉള്ള ഷെഡ്യൂൾ അനുസരിച്ച് 4:35 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മോശം കാലാവസ്ഥ, അതോടൊപ്പം തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്റർ മാർഗം വേണോ അതോ റോഡ് മാർഗം വേണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഇപ്പോൾ അവസാനം ഏതായാലും ഹെലികോപ്റ്റർ മാർഗം തന്നെ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് എത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം കന്യാകുമാരിയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ നിന്ന് നേരെ PWDയുടെ ഗസ്റ്റ് ഹൌസിലേക്ക് പോകും. അവിടെ നിന്ന് 5:15 കന്യാകുമാരി ക്ഷേത്ര ദർശനമാണ് ആദ്യം അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കന്യാകുമാരി ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരിക്കും റോക്ക് ജെട്ടിയിലേക്ക് പോവുക. ഇവിടെ റോക്ക് ജെട്ടിയിൽ നിന്നും ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് പോകും. ഏതാണ്ട് 5:30 കഴിയുന്നതോടുകൂടി അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ അവിടെ ധ്യാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ സ്വാമി വിവേകാനന്ദൻ 3 ദിവസം ധ്യാനമിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഈ ധ്യാനത്തിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും വലിയൊരു പോലീസ് സംവിധാനവും സുരക്ഷാ ക്രമീകരണവും തന്നെയാണ് കന്യാകുമാരിയിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇവിടെ SPGയുടെയും അതോടൊപ്പം തന്നെ കമാൻഡോകളുടെയും നിയന്ത്രണത്തിലൊക്കെയായിരുന്നു. വിവേകാനന്ദ പാറ ഇന്നലെ മുതൽ തന്നെ സന്ദർശകർക്ക് നിയന്ത്രണം വിവേകാനന്ദ പാറയിൽ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് സന്ദർശകരെ ആരെയും തന്നെ വിവേകാനന്ദ പാറയിലേക്ക് കടത്തിവിട്ടിട്ടില്ല. മാത്രമല്ല ഈ കന്യാകുമാരി ബീച്ചിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു അനുമതി നൽകിയിട്ടുണ്ട്. മറ്റു ചില നിയന്ത്രണങ്ങൾ മാത്രമാണ്, അതായത് കൂട്ടത്തോടെ ആൾക്കാർ വരുന്നതിനുള്ള നിയന്ത്രണം മാത്രമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് പോലീസ് അധികൃതരും പറയുന്നത്. ഏതാണ്ട് 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് 8 ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കടലിൽ പ്രത്യേകം കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാം തെക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യ ശരി ഗിരീഷ്, നമുക്കിപ്പോൾ ഏറ്റവും പുതിയ വിവരം നൽകാനുള്ളത് കന്യാകുമാരിയിൽ ധാന്യത്തിനായി പോകാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹെലികോപ്റ്ററിലാകും കന്യാകുമാരിയിലേക്കുള്ള യാത്ര. എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയ്ക്ക് പുറത്ത്
ഹരി, ഞങ്ങളുടെ പ്രതിനിധി ഹരികൃഷ്ണൻ ഉണ്ട്. അതോടൊപ്പം തന്നെ പൊന്നറ പാലത്തിന് മുൻപിൽ നിന്ന് ഷഫീദ് റാവുത്തറും നമ്മോടൊപ്പമുണ്ട്. ഷഫീദ്, നമുക്ക് ആദ്യം കിട്ടേണ്ട വിവരം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. അതിന്റെ മറ്റ് വിശദാംശങ്ങളാണ് ആദ്യം അറിയേണ്ടത്. ഗോപികൃഷ്ണൻ ഒരു മിനിറ്റ് മുൻപാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നെത്തിയ പ്രത്യേക വിമാനമാണ്. ആ വിമാനം ഇപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് റൺവേയിൽ കൂടി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങിയത്. ഇനി ഡൊമസ്റ്റിക് ഏരിയയിലെ ടെക്നിക്കൽ ഏരിയയിലെ പരിസരത്തേക്ക് പോയി അവിടെ നിന്നായിരിക്കും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോവുക. ഈ കാലാവസ്ഥ മോശമായതിനാലാണ് ഷെഡ്യൂൾഡ് ടൈമിനേക്കാൾ കുറച്ച് മിനിറ്റുകൾ വൈകിയത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും കേന്ദ്രസേനയുടെ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. ഇനി ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിന് സമീപത്തുള്ള ടെക്നിക്കൽ ഏരിയയിൽ നിന്നും ആയിരിക്കും പ്രത്യേകം ക്രമീകരിച്ച ഇവിടെ നിന്നുള്ള ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോവുക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലും അതേപോലെ തന്നെ പുറത്തും ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നേരിട്ട് വിവേകാനന്ദ പാറയിലേക്ക് പോവുകയായിരിക്കില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിവരം. അത് തന്നെയാണ് നമുക്ക് പി എം ഒ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിയുന്നതും. അതായത് ഈ അല്പസമയം മുൻപ് 4:35 ഈ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമന്ത്രി പോകുമെന്നുള്ളതാണ്, കന്യാകുമാരിയിലേക്ക് തിരിക്കുമെന്നുള്ളതാണ് ഷെഡ്യൂൾഡ് ടൈം. അവിടെ നിന്ന് ഈ തമിഴ്നാട് ഗസ്റ്റ് ഹൗസിലെ വിശ്രമത്തിന് ശേഷം 5:20 പൂമ്പുഹാർ ബോട്ട് ജെട്ടിയിൽ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് പോകും എന്നുള്ളതാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ധ്യാനമണ്ഡപത്തിലെത്തുന്ന പ്രധാനമന്ത്രി നാളെ പകലും രാത്രിയും ധ്യാനമുറിയിൽ ധ്യാനനിരതനാകും. വെള്ളിയാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നാളെയും അതേപോലെ തന്നെ ഇത് തുടങ്ങുന്നതിന് ശേഷം ഈ ജൂൺ 1 വൈകിട്ട് 3 അദ്ദേഹം ബോട്ടിൽ തീരത്തേക്ക് മടങ്ങി 3:25 ഹെലികോപ്റ്ററിൽ അദ്ദേഹം തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തും. 4:05 തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഇതാണ് പ്രധാനമന്ത്രിയുടെ ഈ യാത്രയുടെ ഷെഡ്യൂൾ. സമയക്രമീകരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൽ സ്വാഭാവികമായും മാറ്റമുണ്ടാകും. വലിയ സുരക്ഷ അത് കന്യാകുമാരിയിലടക്കം ഒരുക്കിയിട്ടുണ്ട്. അല്പസമയം മുൻപ് VA ഗിരീഷ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കന്യാകുമാരിയിലും പരിസരത്തും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാട് ദക്ഷിണ മേഖല IG പ്രവേശ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ 2 ദിവസമായി കന്യാകുമാരി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 4000-ഓളം പോലീസുകാരെ ഈ കന്യാകുമാരിയിലേക്കും അതേപോലെ തന്നെ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലമടക്കമുള്ള സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ചെന്നൈ മുതൽ കന്യാകുമാരി വരെയുള്ള തീരപ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാതിർത്തിയിലെ പോലീസ് ഔട്ട് പോസ്റ്റുകളിലും കർശന പരിശോധന കഴിഞ്ഞ 2 ദിവസമായി തുടരുകയാണ്. വിവേകാനന്ദ പാറയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ മീൻപിടുത്തത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിൽ മിനിഞ്ഞാന്ന് മുതൽ ക്യാമ്പ് ചെയ്യുകയാണ്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ കേന്ദ്ര സേനയുടെ പ്രത്യേക വിമാനം, എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനമാണ്. ആ വിമാനത്തിലാണ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. ഇവിടെ നിന്ന് ഇനി പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകും. ഇതാണ് നമ്മൾ മുൻപ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പരിപാടി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ കന്യാകുമാരി അതേപോലെ തന്നെ വിവേകാനന്ദൻ അടക്കമുള്ള ആളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ പല പ്രസംഗങ്ങളിലും നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാം. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സ്വാമി വിവേകാനന്ദനെ മാതൃകയാക്കിയ ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷനിലടക്കം മോദി പ്രവർത്തിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ക്ലൈമാക്സുകൾ ആ ഒരു സമയത്താണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നതടക്കം നേരത്തെ വലിയ വിവാദമായിരുന്നു. മാത്രമല്ല തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടക്കം പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം സമീപിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഏതായാലും ആ യാത്രാക്രമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊരു സ്വകാര്യ പരിപാടിയാണ്, ഒരു വ്യക്തിയുടെ പരിപാടിയായി ഇതിനെ കാണാം എന്നുള്ളൊരു ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേരുകയും അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയുമായിരുന്നു. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ചില പ്രതിഷേധങ്ങളും പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനത്തിൽ ഇരിക്കാൻ വരുന്നതിനോടനുബന്ധിച്ച് പ്രതിഷേധങ്ങളും അവിടെ നടത്താൻ ആലോചിക്കുന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ചില നേതാക്കൾ ധ്യാനം ഇരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വിവരമായി പുറത്തു വന്നതാണ്. പ്രധാനമന്ത്രി എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനമാണ്. ഈ വിമാനത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെടും.
ശരി, ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകും. 2 ദിവസം അദ്ദേഹം അവിടെ ധ്യാനമിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകാന്ത ധ്യാനത്തിനു വേണ്ടിയാണ് കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. ഇന്ത്യയുടെ തെക്കേ അതിർത്തി പ്രദേശമായ കന്യാകുമാരി പൂർണ്ണമായും ഇപ്പോൾ സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലാണ്. SPG അടക്കമുള്ള കേരള, തമിഴ്നാട് പോലീസുകൾ, നാവികസേന, കോസ്റ്റ് ഗാർഡ് എന്നിങ്ങനെ വിവിധ സേനകളുടെ സംരക്ഷണം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ സംരക്ഷണ വലയത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഏകാന്ത ധ്യാനം നടത്തുക. 2 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. പകലും രാത്രിയും നരേന്ദ്രമോദി ധ്യാനനിരതനാകും കന്യാകുമാരിയിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ വലിയ സുരക്ഷാ കവചത്തിനകത്തായിരിക്കും പ്രധാനമന്ത്രി ഉണ്ടാവുക ഈ 2 ദിവസങ്ങളിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിലാണ് കന്യാകുമാരിയിലെ സർക്കാർ ഗസ്റ്റ് ഹൗസിലേക്ക് നരേന്ദ്രമോദി പോവുക. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം തത്സമയം. നാവികസേനയുടെ ബോട്ടിൽ ത്രിവേണി സംഗമത്തിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം എത്തും. തുടർന്ന് സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയ്ക്ക് പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം ധ്യാനനിരതനാകും. ധ്യാനം ശനിയാഴ്ച വൈകുന്നേരം അവസാനിപ്പിക്കും. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 4000 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. ജൂൺ 1 തീയതി വരെ കന്യാകുമാരിയിലേക്ക് വരാൻ വിനോദസഞ്ചാരികൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നു. അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിലായിരിക്കും കന്യാകുമാരിയിലേക്ക് പോവുക. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പം സമയം കൂടി കഴിയുമ്പോൾ എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയ്ക്ക് പുറത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഹരികൃഷ്ണൻ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അരളിയില തിന്ന 6 പശുക്കൾ ചത്തു. ചക്കാലക്കൽ സ്വദേശി വിജേഷിന്റെ പശുക്കളാണ് ചത്തത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ അരളി ഇല തിന്നതാണോ പശുക്കൾ ചത്തുപോകാൻ കാരണം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെയും ഇന്നുമായാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 6 പശുക്കൾ ചത്തത്. ഈ പശുക്കൾ ചത്തതിന്റെ കാരണം ആദ്യഘട്ടത്തിൽ മനസ്സിലായിരുന്നില്ല. പിന്നീട് ഈ മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടർ എത്തി പരിശോധിച്ചു. പിന്നീട് ഈ ഉടമയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരളിയില പശുവിന് തിന്നാൻ നൽകിയിരുന്നതായി ഉടമ ഡോക്ടറോട് പറഞ്ഞത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ വിഷാംശം ഉള്ളിൽ ചെന്നാണ് പശുക്കൾ മരിച്ചത് എന്ന് കണ്ടെത്തിയത്. ഈ ചക്കാലക്കൽ സ്വദേശി വിജേഷിന്റെ ഉടമസ്ഥതയിലുള്ള 6 പശുക്കളാണ് ചത്തത്. 10ലധികം പശുക്കൾ വിജേഷിനുണ്ട്. ഈ പശുക്കൾക്ക് കഴിഞ്ഞ ദിവസം അരളിയില കൊടുത്തു. നിലവിൽ മറ്റ് 3 പശുക്കൾക്കും മറ്റ് അസ്വസ്ഥതകൾ ഉണ്ട് എന്നതാണ് ഉടമ പറയുന്നത്. നേരത്തെ തന്നെ ഈ അരളിയിലെ വിഷാംശങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഉണ്ടായതാണ്. ഒരാളുടെ മരണത്തിന് കൂടി ഇടയാക്കിയ സംഭവമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 6 പശുക്കളുടെ കൂടി മരണത്തിന് അരളിയില ഇടയാക്കിയിരിക്കുന്നത്. ഈ അരളിയിലയിൽ വിഷാംശം ഉണ്ട് എന്ന കാര്യം ഉടമയ്ക്ക് അറിയില്ലായിരുന്നു എന്നതാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും മറ്റ് പശുക്കൾക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ ഡോക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ SI അറസ്റ്റിലായി. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SI ബിന്ദു ലാലിനെയാണ് തിരൂർ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്തത്. 2ാം പ്രതി വളാഞ്ചേരി CI സുനിൽദാസ് ഒളിവിലാണ്. ക്വാറി ഉടമയിൽ നിന്ന് 18 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് പരാതി. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, വളാഞ്ചേരി SI ബിന്ദുലാൽ ഇപ്പോൾ അറസ്റ്റിലാണ്. CI ഒളിവിൽ പോയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, നിലവിൽ ക്വാറി ഉടമയിൽ നിന്നും പണം തട്ടിയ കേസിൽ 3 പ്രതികളാണുള്ളത്. ഒന്ന് വളാഞ്ചേരി SHO സുനിൽദാസ്, മറ്റൊന്ന് വളാഞ്ചേരി SI ബിന്ദുലാൽ, 3ാം പ്രതി കേസിലെ ഇടനിലക്കാരൻ അസൈനാർ. ഇതിൽ അസൈനാർ ഒപ്പം തന്നെ വളാഞ്ചേരി SI ബിന്ദുലാൽ എന്നീ 2 പേരെയാണ് നിലവിൽ തിരൂർ ഡിവൈഎസ്പി ഷംസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ഈ വളാഞ്ചേരിയിൽ ക്വാറിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി 3 പേർ പിടിയിലായിരുന്നു. അതിന് പിന്നാലെ ഈ വളാഞ്ചേരി CI ഈ ക്വാറി ഉടമയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും താങ്കളെയും ഈ കേസിൽ പ്രതി ചേർത്ത് ജയിലിലടക്കുമെന്നും അല്ലെങ്കിൽ പണം വേണമെന്നുള്ളതുമായിരുന്നു ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെ ഈ പണം സ്വീകരിക്കുന്നതിനും ഒപ്പം തന്നെ ഡീൽ ചെയ്യുന്നതിനും വേണ്ടി ഇടനിലക്കാരൻ അസൈനാറിനെ ഈ CI ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെ അസൈനാറാണ് ഈ ക്വാറി ഉടമയും
മന്ത്രിയുമായി സംസാരിക്കുകയും അതിന് പിന്നാലെ ഈ വളാഞ്ചേരി SHOക്ക് 8 ലക്ഷം രൂപയും വളാഞ്ചേരി SI ബിന്ദുലാലിന് 10 ലക്ഷം രൂപയും നൽകിയത്. ഒപ്പം തന്നെ അസൈനാർ 4 ലക്ഷം രൂപയും ഈ സംഭവത്തിൽ കൈപ്പറ്റി എന്നുള്ളതുമാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു വിവരം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യമായി ലഭിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആദ്യം തന്നെ ഈ ക്വാറി ഉടമയെ വിളിച്ചു വരുത്തി. അപ്പോൾ ക്വാറി ഉടമ വളരെ കൃത്യമായി തന്നെ പണം നൽകിയ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെ കേസ് മലപ്പുറം SP അന്വേഷിക്കുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ മലപ്പുറം DYSP ഈ സംഭവം അന്വേഷിക്കുകയും ഇതിൽ ഒരു കഴമ്പുണ്ടെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ധരിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് നിലവിൽ തിരൂർ DYSPയോട് മലപ്പുറം SP ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ തിരൂർ DYSP ഇന്ന് രാവിലെയോടുകൂടി വളാഞ്ചേരി സ്റ്റേഷനിലെത്തുകയും വളാഞ്ചേരി SI ബിന്ദുലാലിനെയും ഒപ്പം തന്നെ ഇടനിലക്കാരൻ അസൈനാറിനെയും അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നിലവിൽ വളാഞ്ചേരി SHO സുനിൽ ദാസ് അവധിയിലായിരുന്നു. നിലവിൽ അദ്ദേഹം ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇനി കേസ് അന്വേഷിക്കുക ക്രൈംബ്രാഞ്ചാണ് എന്നുള്ളതും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നു. ഏതായാലും പോലീസിൽ തന്നെ ഇത്തരം ആളുകളുള്ളത് ഏറെ കൗതുകമുള്ള ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ജനങ്ങളുടെ സ്വത്തിനും ഒപ്പം തന്നെ എല്ലാത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസാണ് ഇത്തരത്തിൽ ഒരു ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ഇത്തരത്തിൽ പണം കൈപ്പറ്റുകയും കൈക്കൂലി കൈപ്പറ്റുകയും ചെയ്യുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗോപി, ശരി. വാർത്തയിലേക്ക് വീണ്ടും. നാടാകെ റൂബിനൊപ്പം. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാലക്കുടി DYSPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആദിവാസി ഊരുകളിൽ നിന്നടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. റൂബിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുകയും അടിവസ്ത്രത്തിൽ നിർത്തുകയും ചെയ്ത അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെയും വനം ബീറ്റ് ഓഫീസർ ജാക്സിനെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് സമരം. ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരെയും പരിസ്ഥിതി പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച ചാലക്കുടി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് DYSP ഓഫീസിന് 200 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. നിരവധി പോലീസുകാരെ അണിനിരത്തിയാണ് പ്രതിഷേധക്കാരെ നേരിട്ടത്. പിന്നാലെ മാർച്ച് അടിച്ചുതൊട്ടി കോളനിയിലെ ഊരുമൂപ്പൻ പെരുമാൾ ഉദ്ഘാടനം ചെയ്തു. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഡാമിന്റെ തടാകത്തിൽ കൂടി എല്ലാവർക്കും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ചുറ്റി സഞ്ചരിച്ച് കാണുന്നതിന് വേണ്ടി ബോട്ട് വാങ്ങി. ആ ബോട്ടിനെ സംബന്ധിച്ചുള്ള ചരിത്രം കടലാസിൽ എഴുതി അത് രേഖയാക്കി അതിന്മേൽ ഒരു അന്വേഷണം നടത്തി വിജിലൻസ് കേസെടുത്തു. ബോട്ടില്ല, ബോട്ട് കടലാസ് ബോട്ടായി. ബോട്ട് ഡാമിനെ വെള്ളത്തിൽ അരിഞ്ഞുപോയി. ഇതാണ് അവസാന അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആ കേസിലെ പ്രതിയാണ് ലക്ഷ്മി എന്ന് പറയുന്ന DFO. റൂബിൻ ലാൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വസ്തുതാപരമായി അവർക്കറിയാം. പല ഘട്ടത്തിലും റൂബിൻ ലാലിനെ വ്യക്തിപരമായി അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആയുധമായിയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ചാലക്കുടിയിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. 24 തൃശൂർ. ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജി ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇപ്പോൾ ഈ റൂബിൻ ലാലിന്റെ അന്യായമായ അറസ്റ്റിനെതിരെ നിയമ പോരാട്ടങ്ങളിലേക്ക് 24 കടന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ ചാലക്കുടി ജനകീയ സമിതിയുടെയും ഒക്കെ ഈ പ്രതിഷേധം അതിന് കിട്ടുന്ന ഒരു ധാർമ്മിക പിന്തുണയാണല്ലോ. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഗോപികൃഷ്ണൻ, വലിയൊരു പിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ചാലക്കുടിയിൽ കണ്ടത്. പ്രത്യേകിച്ച് ഈ അതിരപ്പള്ളിയിലെ ഉൾവനത്തിൽ കഴിയുന്ന ഊരുകളുണ്ട്, ആദിവാസി ഊരുകളുണ്ട്. അവിടെ നിന്നടക്കം, അതായത് രാവിലെ ഇറങ്ങിയ ആളുകളാണ്. അവിടെ നിന്ന് പുലർച്ചെ തന്നെ ഈ റോഡുകളിലേക്ക് എത്തി അവിടെ നിന്ന് ഈ വാഹനങ്ങളിൽ ഈ ചാലക്കുടിയിലേക്ക് എത്തിയ നിരവധി ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. ചെറിയ കുട്ടികളടക്കം കൈക്കുഞ്ഞുങ്ങളുമായി വന്ന ആളുകളുണ്ട്. അങ്ങനെ അവരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഒരു സമരമായിരുന്നു ഇന്ന് ചാലക്കുടിയിൽ അരങ്ങേറിയത്. ഇവരെ സംബന്ധിച്ച് ഈ ആദിവാസി മേഖലകളിൽ റൂബിൻ നടത്തിയ ഇടപെടൽ
ഇടപെടലുകളുണ്ട്. അത്തരത്തിൽ ഒരാവശ്യമുണ്ടെങ്കിൽ ഓടിയെത്തുന്ന ആളാണ് റൂബിൻ. അങ്ങനെയുള്ള ആളെയാണ് ജയിലിൽ അടച്ചത് എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ അന്വേഷണം വേണം. ഈ റൂബിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഈ ചാലക്കുടി CIക്കും അതുപോലെ തന്നെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായിട്ടുള്ള ജാക്സൺ, ഇവർക്ക് രണ്ടുപേർക്കെതിരെയും നടപടി വേണം. അതായത് ഇവരെ സസ്പെൻഡ് ചെയ്ത് സ്വതന്ത്ര അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജനകീയ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഴച്ചാൽ DFOയുടെ പങ്ക് അന്വേഷിക്കണം. റൂബിൻ നേരത്തെ ഒരു വിജിലൻസ് കേസ് നൽകിയിരുന്നു. വിജിലൻസ് കേസ് നൽകിയത് ഈ വാഴച്ചാൽ DFOയ്ക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള വാഴച്ചാൽ DFOയുടെ പങ്ക് അന്വേഷിക്കണം എന്നൊരു ആവശ്യമാണ് ഈ ജനകീയ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നത്. ഇത് സംബന്ധിച്ച് നമ്മളും വാഴച്ചാൽ DFOയുടെ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ വാഴച്ചാൽ DFO പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഈ അറസ്റ്റ് നടന്നത് ചാലക്കുടി DFOയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ തനിക്കിതിൽ ഒരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടാണ് ഈ വാഴച്ചാൽ DFO ആയിട്ടുള്ള R ലക്ഷ്മി അറിയിക്കുന്നത്. പക്ഷേ ജനകീയ കൂട്ടായ്മയാവട്ടെ റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിലും അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ കൃത്യമായ ഇടപെടൽ അത് R ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഈ ചാലക്കുടി അതിരപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടും സമരം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഈ പരിസ്ഥിതി സംഘടനകളും അതുപോലെ തന്നെ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാം ഉള്ളത്. ഗോപികൃഷ്ണൻ. ശരി, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. റൂബിൻ ലാലിന്റെ അന്യായമായ അറസ്റ്റിന് പിന്നിൽ ചില ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതിന് നേതൃത്വം കൊടുത്തത് വാഴച്ചാൽ DFO R ലക്ഷ്മിയാണെന്നുമുള്ള ആരോപണം ഉന്നയിക്കുകയാണ് ചാലക്കുടിയിലെ ജനകീയ കൂട്ടായ്മ. ഇന്ന് ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധ മാർച്ച് നടന്നത്. സുരേഷ് സജി, ഞങ്ങളുടെ പ്രതിനിധി, തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ JDS MP പ്രജ്വല രേവണ്ണ ബംഗളൂരുവിലേക്ക് തിരിച്ചു. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് വിമാനം കയറി അർദ്ധരാത്രി 12:30 ബംഗളൂരുവിലെത്തും. പ്രജ്വലിനെ കസ്റ്റഡിയിലെടുക്കാൻ വൻ സന്നാഹവുമായി പ്രത്യേക അന്വേഷണ സംഘം സജ്ജമാണ്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ, എപ്പോഴാണ് പ്രജ്വല രേവണ്ണ ബംഗളൂരുവിൽ വിമാനം ഇറങ്ങുക? ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള, കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലെ അന്വേഷണ സംഘം, വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, തീർച്ചയായും ആ അനിശ്ചിതത്വത്തിന് ഒരു അവസാനം ആയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ഇപ്പോൾ വിമാനം കയറിയിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അവിടെ നിന്ന് ഇന്ത്യൻ സമയം 4:06-നാണ് ലുഫ്താൻസ എയർലൈൻ വിമാനത്തിൽ പ്രജ്വൽ വിമാനം കയറിയത്. അതായത് ജർമ്മനിയിലെ സമയം 12:30, ഇന്ത്യൻ സമയം 4:06-നാണ് ടേക്ക് ഓഫ് ഉണ്ടായത്. ഇന്ന് രാത്രി അർദ്ധരാത്രി 12:30 ബംഗളൂരു വിമാനത്താവളത്തിൽ ഈ വിമാനം എത്തിച്ചേരും. നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അന്വേഷണ സംഘം പ്രജ്വലിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നിലവിൽ നടത്തിയിട്ടുണ്ട്. നേരത്തെ പ്രജ്വൽ രേവണ്ണ ഇവിടെ എത്തിയതിനു ശേഷം നാളെ രാവിലെ 10 മണിക്ക് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാം എന്നായിരുന്നു അഭിഭാഷകൻ മുഖേന അറിയിച്ചിരുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. എമിഗ്രേഷൻ, അതായത് വിമാനത്താവളത്തിലെത്തി എമിഗ്രേഷൻ നിലവിൽ ലുക്കൌട്ട് സർക്കുലർ, അതോടൊപ്പം തന്നെ ഈ ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ ഇഷ്യൂ ചെയ്തതിനാൽ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗത്തിൽ പ്രജ്വലിനെ തടയും. അതിനുശേഷം അന്വേഷണ സംഘത്തിന് കൈമാറുന്ന ഒരു നടപടിക്രമമായിരിക്കും ഉണ്ടാവുക. അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും അതായത് ഈ കേസെടുത്തതിന് പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക്, ജർമ്മനിയിലേക്ക് കടന്നത്. പിന്നീട് പലതവണ പ്രജ്വൽ തിരിച്ചു വരുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു തവണ ടിക്കറ്റ് ബുക്ക് ചെയ്ത വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു. എന്നാൽ പ്രജ്വൽ നാട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. അന്വേഷണത്തിൽ തന്നെ വലിയ പ്രതിസന്ധി നിലവിലുണ്ട്. അതായത് നിലവിലെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും. നാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം തീർച്ചയായിട്ടും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ എന്തായാലും ലഭ്യമാകുന്നത്. അവസാന നിമിഷം വരെ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പ്രജ്വൽ രേവണ്ണയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ ബംഗളൂരു സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഒരുപക്ഷെ ഇന്ന് ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയായിരുന്നെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ഈ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ നിൽക്കെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഒരുപക്ഷെ കോടതി നൽകിയേക്കും. എന്നാൽ ഇന്നലെ ജാമ്യാപേക്ഷ നൽകുകയും ഉടൻ തന്നെ ആ ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. നാളെയാണ്
ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയത്. സ്വാഭാവികമായി അത് പ്രജ്വൽ രേവണ്ണക്ക് തിരിച്ചടിയായി. ഒടുവിൽ തിരിച്ച് ബംഗളൂരിലേക്ക് എത്തുക എന്ന് മറ്റ് നിർവാഹമില്ല. നേരത്തെ തന്നെ ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതോടൊപ്പം പ്രജ്വലിന്റെ മുത്തച്ഛനും അതോടൊപ്പം JDS അധ്യക്ഷനായിട്ടുള്ള HD ദേവഗൌഡയുടെ കടുത്ത വിമർശനം, അതായത് താക്കീത് ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പ്രജ്വൽ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നുവെന്ന വീഡിയോ സന്ദേശം പുറത്തിറക്കി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകുന്നത്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് വിമാനം കയറിയിട്ടുണ്ട് പ്രജ്വൽ രേവണ്ണ. അർദ്ധരാത്രി 12:30 ബംഗളൂരുവിലെത്തും. പ്രജ്വലിനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി വൻ സന്നാഹവുമായി പ്രത്യേക അന്വേഷണ സംഘവും സജ്ജമാണ് എന്ന് അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്തയിലേക്ക് വീണ്ടും. ജമ്മു കാശ്മീരിലെ രജൌരിയിൽ വാഹനാപകടത്തിൽ 15 പേർ മരിച്ചു, 30 പേർക്ക് പരിക്കുണ്ട്. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം രേഖപ്പെടുത്തി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, എങ്ങനെയായിരുന്നു ഈ അപകടം? എന്താണ് വിവരങ്ങൾ? ഗോപി, ജമ്മു പൂഞ്ച് ദേശീയപാതയിലെ രജൌരിയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 15 പേരാണ് മരിച്ചിരിക്കുന്നത്. തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് 150 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ബസ് നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിൽ 150 അടി താഴ്ചയിലേക്ക് മറിഞ്ഞതെന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബസ്സിൽ ഏതാണ്ട് 50ഓളം പേർ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രദേശവാസികളടക്കം ഇപ്പോൾ പറയുന്ന ഒരു വിവരം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ, നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. നിർഭാഗ്യവശാൽ 15 പേർ ഇതിൽ ഈ അപകടത്തിൽ മരിച്ചു. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നിന്ന് ജമ്മുവിലെ ശിവഖോരി എന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഏതാണ്ട് കുട്ടികളടക്കം ഈ ഒരു മരിച്ചവരിലുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. എന്തായാലും കൂടുതൽ തെരച്ചിലും അതോടൊപ്പം രക്ഷാപ്രവർത്തന നടപടികൾ ഇപ്പോൾ മേഖലയിൽ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ അപകടത്തിൽ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോപി. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഇനി സ്കൂളിലേക്ക്. കാസർഗോഡ് ചെറുവത്തൂർ മയിച്ചയിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ LP സ്കൂളിൽ ഇത്തവണ പ്രവേശനം നേടിയത് വെറും 4 കുട്ടികൾ. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാത്തതും വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാത്തതുമാണ് കുട്ടികൾ കുറയാനുള്ള കാരണം. 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ വിദ്യാലയം ഓർമ്മയാകുമോ എന്ന വിഷമത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. ഓരോ വർഷം കഴിയുന്തോറും സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറയുകയാണ്. കഴിഞ്ഞ വർഷം 57 പേർ ഉണ്ടായിരുന്നത് ഇത്തവണ 40ആയി. ഈ അധ്യയന വർഷം പ്രവേശനം നേടിയത് 4 വിദ്യാർത്ഥികൾ മാത്രം. പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയതല്ലാണ്ട് പുതിയൊരു ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇപ്പം വീണ്ടും ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, ഒരു വർഷത്തേക്ക് കൂടി ഓഡിറ്റോറിയം അനുവദിച്ചു തരണം. കുട്ടികളുടെ എണ്ണം ഓരോ വർഷം കുറഞ്ഞു വരികയാണ്. കാരണം ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇല്ലാത്തതുകൊണ്ട് ആരും ഇവിടെ ചേർക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നില്ല. 2 വർഷം മുൻപ് പൊളിച്ചിട്ട സ്കൂളിന് പകരം കെട്ടിടം നിർമ്മിക്കാത്തതാണ് മയിച്ച ഗവൺമെന്റ് LP സ്കൂൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. കെട്ടിട നിർമ്മാണത്തിനായി 3 കോടി രൂപ സർക്കാർ നീക്കിവെച്ചെങ്കിലും ടെൻഡർ നടപടികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഈ സ്കൂളിൻ്റെ കെട്ടിടം ഇല്ലാത്ത പ്രശ്നമാണ് ഇങ്ങനെ കുട്ടികൾ കുറഞ്ഞു വരുന്നത്. ഇനി തുടർന്നങ്ങോട്ട് കുട്ടികളെ അയക്കാൻ വേണ്ടി രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ല. കാരണം ഇവിടെ ഈ അമ്പലത്തിൽ ഉത്സവങ്ങൾ നടക്കുമ്പോഴും അടിയന്തരാധികാരങ്ങൾ നടക്കുമ്പോഴും സ്കൂളിന് അവധി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്. ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിട്ട് 3 വർഷം പൂർത്തിയായി. ഇവിടെ സ്വന്തമായി ബിൽഡിങ്ങും ഇല്ല, യാത്രാ സൗകര്യം ഇല്ല. കെട്ടിടം പൊളിച്ചതോടെ കുട്ടികൾ പെരുവഴിയിലായി. ഇത് കണ്ട വയൽക്കര ക്ഷേത്രം ഭാരവാഹികൾ ഓഡിറ്റോറിയം തുറന്നുകൊടുത്തു. പക്ഷേ 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും പുതിയ കെട്ടിടം അധ്യാപകരുടെയും കുട്ടികളുടെയും സ്വപ്നം മാത്രമാവുകയാണ്. ഒരുപാട് ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിയതല്ലാതെ ഒരു മാറ്റവും ഇതിനുണ്ടായില്ല. ഇവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സമയത്ത് കഴിഞ്ഞ വർഷം ഉത്സവ സമയത്ത് ഒരു വീട്ടിലാണ് ഇവിടെ സ്കൂൾ നടന്നത്. അവിടെ ഒരു ശുചിമുറിയോ ഒന്നും തന്നെ ഇല്ല. കുട്ടികൾ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവിച്ചത്. ക്ഷേത്രത്തിൽ ഉത്സവം വന്നാൽ കുട്ടികളുടെ പഠനം നിലയ്ക്കും. എത്രയും വേഗം സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഞാനിരിക്കുന്ന വയൽക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ അഗ്രശാലയിലേക്കാണ് ഈ അധ്യയന വർഷവും കുട്ടികളെത്തേണ്ടത്.
100 വർഷത്തെ പാരമ്പര്യം പേറുന്ന ഈ വിദ്യാലയത്തിൽ ഇത്തവണ പ്രവേശനം നേടിയത് വെറും 4 വിദ്യാർത്ഥികൾ മാത്രമാണ്. ഇങ്ങനെ പോയാൽ ഒരു നാടിൻ്റെ സ്വത്വം വെറും ഓർമ്മ മാത്രമാകും. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. സാഹസിക രക്ഷാപ്രവർത്തകൻ കരിമ്പ ഷമീറിന്റെ വിയോഗ വാർത്ത ഇന്നലെയാണ് നമ്മളെ തേടിയെത്തിയത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ദുരന്തമുഖത്തെ മങ്ങാത്ത പ്രതീക്ഷയായിരുന്നു ഈ പാലക്കാട്ടുകാരൻ. ഈ ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ആക്സിഡൻ്റ് ആകുമ്പോൾ വിളിക്കും, പക്ഷേ വിളിക്കാറിന് കുടുങ്ങി കിടക്കില്ല, ആൾക്കാർ കൊണ്ടുപോകും. പക്ഷെ കുടുങ്ങി കിടക്കുമ്പോൾ നമ്മൾ വിളിക്കും, എടുത്താൽ കിട്ടാതെ വരുമ്പോൾ നമ്മൾ വിളിക്കും. പിന്നെ വല്ല ഡാമിൽ പെട്ടാലും പിന്നെ പുഴയിൽ പെട്ടാലും പാറിൻ്റെ ഉള്ളിൽ കിടന്നാലൊക്കെ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ ആൾക്കാർ വിളിച്ചറിയും. കരിമ്പ ഷമീർ ഇനിയില്ല. ഉയരങ്ങളിൽ ആളുകൾ അകപ്പെടുമ്പോൾ, വെള്ളക്കെട്ടുകളിൽ പെട്ടുപോകുമ്പോൾ, വാഹനങ്ങൾക്കുള്ളിൽപ്പെട്ട് നിശ്ചലരാകുമ്പോൾ എല്ലാം പാലക്കാട്ടുകാർ ഓർത്തിരുന്ന മുഖം. ഇന്നലെ മരം മുറിക്കുന്നതിനിടെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വയം ബൈക്കോടിച്ചാണ് ഷമീർ ആശുപത്രിയിലെത്തിയത്. പാലക്കാട് ജില്ലാശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ വഴിമധ്യേ മരണം സംഭവിച്ചു. ചെറാട് കുറുമ്പാച്ചുമലയിൽ ബാബു അകപ്പെട്ടതുൾപ്പെടെ എത്രയെത്ര രക്ഷാപ്രവർത്തന ദൗത്യങ്ങളിലാണ് ഈ കരിമ്പക്കാരന്റെ രക്ഷാകരങ്ങൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ ഉത്തരകാശിയിൽ ടണലിൽ അകപ്പെട്ടവരെ രക്ഷിക്കാനും ഈ പാലക്കാട്ടുകാരനെത്തി. 1 മാസം മുൻപ് ഉയരങ്ങൾ കീഴടക്കുന്നതിനെ കുറിച്ച് 24നോട് സംസാരിച്ചപ്പോഴും ഷമീറിന്റെ വാക്കുകളിൽ നിറഞ്ഞത് ആത്മവിശ്വാസം മാത്രം. കേറെ നമ്മൾ തൊഴിലല്ലേ, നമ്മൾ എന്ത് തൊഴിൽ പറഞ്ഞാലും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തു കൊടുക്കാന്നുള്ളത് നമ്മളോട് ആവശ്യപ്പെട്ടു. ഇത് ഇന്നമാതിരി ചെയ്തു തരാൻ പറ്റുമോ? ഇതിലേക്കൊന്നും ഇറങ്ങി തിരിക്കാനൊരു പേടിയില്ല. പേടിയൊന്നുമില്ല. നാടിന് തീരാ നഷ്ടമെന്നേ പറയാനാകൂ. പ്രിയ ഷമീർ, നന്ദി. ഇനി വിശ്രമിക്കുക. 24 പാലക്കാട്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പരിശോധിച്ചത്.